ഞങ്ങളെ കാണാൻ നിങ്ങൾ വന്നില്ലേ, അപ്പൊ നിങ്ങളെ കാണാൻ ഞങ്ങൾക്കും വന്നൂടെ? ഇനി മുതൽ വിളവെടുപ്പിന്റെ മൂന്നാമത്തെ പങ്ക് അതിർത്തിയിൽ വെക്കേണ്ടതില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹിറ്റായ കാന്താരയിൽ ഋഷഭ് ഷെട്ടിക്ക് വേണ്ടിയിട്ട് മലയാളത്തിൽ ഡബ് ചെയ്തേക്കുന്നത് നമ്മുടെ സുരാജ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ October 2 എന്ന് പറയുന്ന ദിവസത്തിൽ ഋഷഭ് ഷെട്ടി 5 വർഷം ഡെഡിക്കേറ്റ് ചെയ്ത ഒരു സിനിമ ഇറക്കിയപ്പോൾ രക്ഷപ്പെട്ടത് ഞാനും കൂടിയാണ്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രകാശം ചൊരിഞ്ഞൊരു വർഷമാണ് 2025. ഏകദേശം ഒരുപാട് ശബ്ദത്തിൽ നിന്നും ഋഷഭ് സാർ തന്നെ സെലക്ട് ചെയ്ത ശബ്ദമാണ്. അപ്പോൾ അതൊരു വലിയൊരു പ്രിവിലേജ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എവിടെ ഇരിക്കുന്ന അദ്ദേഹം താങ്ക് യു സോ മച്ച് സാർ. ഇത് കാണുമോ എനിക്കറിയില്ല. എനിവേ ഓക്കെ. അപ്പോൾ ഡയലോഗ് പറയാം. ബർമ്മ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ആ കഥാപാത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സീനിലെ ഡയലോഗ് ഇങ്ങനെയായിരുന്നു: എത്താൻ അല്പം വൈകിയെന്ന് തോന്നുന്നു അല്ലേ? ഇതായിരുന്നു ഏറ്റവും ആദ്യത്തെ ഡയലോഗ്. അതിനുശേഷം ഞങ്ങളെ കാണാൻ നിങ്ങൾ വന്നില്ലേ, അപ്പൊ നിങ്ങളെ കാണാൻ ഞങ്ങൾക്കും വന്നൂടെ? പിന്നെ ഒരു ഹൈ പിച്ച് ഡയലോഗ് ഉണ്ട്. ഇനി മുതൽ വിളവെടുപ്പിന്റെ മൂന്നാമത്തെ പങ്ക് അതിർത്തിയിൽ വെക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ഡയലോഗാണ്. പിന്നെ ഒരു ഒറ്റ സ്ട്രെച്ചിലൊരു ഡയലോഗ്: ഞങ്ങളുടെ ആളുകളെ തുറങ്കിലടിച്ച് അവരുടെ രക്തം കൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഖജനാവ് നിറച്ചിട്ട് ഇപ്പൊ സമാധാനം പറയാൻ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഇത്ര ഭയങ്കര ക്ലോസ് ആയതുകൊണ്ടല്ലോ വി ഫീൽ സോ പ്രൗഡ് അബൌട്ട് യു. താങ്ക് യു ഒരുപാട് ഇനിയും ചെയ്യാൻ പറ്റട്ടെ. അദ്ദേഹത്തിനും അങ്ങനെ തന്നെ വിചാരിക്കട്ടെ. ഞാൻ അടുത്ത സിനിമകളിലൊക്കെ ഇനിയിപ്പോ നമ്മളെ അല്ലു അർജുന് നമ്മളെ ജിസാർ ശബ്ദമായതുപോലെ ഇനി ഋഷഭ് ഷെട്ടിയുടെ ശബ്ദം ആരാ? ഒന്നുകൂടിയൊക്കെ പറ.